കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിൽ വൈകിട്ടാണ് ദേവരഥങ്ങൾ സംഗമിക്കുക. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായതിനാൽ സ്ഥാനാർത്ഥികളുടെ സംഗമത്തിന് കൂടി കൽപ്പാത്തി വേദിയാകും. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൽപ്പാത്തിക്കാർ ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന ദേവരഥ സംഗമം ഇന്നാണ്. എല്ലാ കൽപ്പാത്തിക്കാർക്കും ഏറ്റവും വിശേഷപ്പെട്ട ദിവസം, അതായത് ഒരു ഓണം പോലെയൊക്കെ അവർ ആഘോഷിക്കുന്ന, ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുന്ന ഉത്സവം കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം വൈകിട്ട് നടക്കും. ഏറ്റവും സവിശേഷമായ, ഏറ്റവും ഭക്തിപൂർവ്വം കൽപ്പാത്തിക്കാർ കാണുന്ന ഒരു ആഘോഷ ദിവസമാണ് ഇന്ന്. കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻവശമുള്ള തേരുമുട്ടിയിലേക്ക് ഇന്ന് വൈകിട്ട് ഈ രഥങ്ങളുടെ സംഗമം ഉണ്ടാകും. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ കൽപ്പാത്തിയുടെ വീതികളിൽ, കൽപ്പാത്തി ഗ്രാമത്തിലൂടെ തേരുകളുടെ പ്രദക്ഷിണമായിരുന്നു. ആ പ്രദക്ഷിണ വഴികളിലൂടെ നീങ്ങുന്ന തേരുകൾ ഇന്ന് വൈകിട്ടാണ് സംഗമിക്കുക. അതാണ് ദേവരഥ സംഗമമായി കൽപ്പാത്തിക്കാർ കണക്കാക്കുന്നത്. പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതി ക്ഷേത്രം, വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം, പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ രഥങ്ങളുടെ സംഗമമാണ് ഏറെ പ്രശസ്തമായ, ഒരുപക്ഷെ ലോകപ്രശസ്തമെന്ന് തന്നെ നമുക്ക് പറയാവുന്ന കൽപ്പാത്തി രഥോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നലെ രഥോത്സവത്തിന്റെ 2ാം ദിവസമായിരുന്നു. ഇവിടെ അന്ന് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതി ഗണപതി, വള്ളി ദേവാന സമേത സുബ്രഹ്മണ്യ സ്വാമി തേരുകൾ അച്ചൻപടിയിൽ നിന്ന് വൈകിട്ട് പ്രദക്ഷിണം തുടങ്ങി ഇവിടെ ഈ ചാത്തപുരത്ത് സംഗമിച്ചിരുന്നു. ചാത്തപുരത്ത് ഈ തേരുകൾ വന്നിരുന്നു. അവിടെ തേരുകൾ ഇന്നലെ എത്തിയ തേരുകളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനി പ്രദക്ഷിണം തുടങ്ങി ചാത്തപുരം ഗ്രാമവഴി പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്ര സമീപമെത്തിയാണ് ഈ തേരുകൾ ഇവിടെ നിലയുറപ്പിച്ചത്. ഇന്ന് വൈകിട്ട് ഈ തേരുകൾ ഇവിടെ നിന്ന് വീണ്ടും പ്രയാണം തുടങ്ങും. തേരുകൾ ഇവിടെ നിന്ന് വലിച്ചുകൊണ്ടുപോകും ഭക്തർ. ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് പ്രയാണം തുടങ്ങുന്ന തേരുകളാണ് പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ, ചാത്തപുരം ക്ഷേത്രങ്ങളിലെ തേരുകളുടെ രഥാരോഹണം ഇന്ന് രാവിലെ. തേരുകളെല്ലാം വൈകുന്നേരത്തോടുകൂടി സംഗമിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഏറ്റവും പ്രാധാന്യമെന്ന് പറയുന്നത്, എല്ലാ വർഷവും കൽപ്പാത്തിക്കാർ, ഇവിടെ താമസിക്കുന്ന ആളുകൾ ക്ഷേത്രങ്ങളിലെത്തി അവരുടെ ദിനചര്യയുടെ ഭാഗമാണ് ക്ഷേത്രങ്ങളിലെത്തി ദേവന്മാരെ കാണുക. എല്ലാ ക്ഷേത്രങ്ങളിലും അവർ പതിവായി ദർശനം നടത്തും. ആ ദേവന്മാർ ഈ തേരുകളിലേറി ഭക്തരെ നേരിട്ട് കാണാൻ അവരുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ രഥോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദേവന്മാരെ തേരിൽ എഴുന്നള്ളിക്കുന്നതും ആ തേര് ഭരിക്കുന്നതുമൊക്കെ ഈ നാട്ടുകാരാണ്, ഇവിടുത്തെ ഭക്തന്മാരാണ്. അവരുടെ ഏറ്റവും വലിയൊരു അവകാശമായി, ഏറ്റവും വലിയൊരു അവരുടെ ഭാഗ്യമായി കൽപ്പാത്തിക്കാർ കാണുന്നതും അതുതന്നെയാണ്. ഈ തേരിലേറി ദേവന്മാർ കൽപ്പാത്തി ഗ്രാമത്തിലെ എല്ലാ വീടുകൾക്കും മുന്നിലേക്കും എത്തും. എല്ലാ വീടുകൾക്കും മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെ ഭക്തർ ഭക്തിയാദരങ്ങളോടെ ഈ തേരുകളെ സ്വീകരിക്കും. നിറപറയും നിലവിളക്കുമൊരുക്കി സ്വീകരിക്കും. 4 ഗ്രാമത്തിൽ പർട്ടിക്കുലർ ചാത്തപ്പുരം, ഓൾഡ് കൽപ്പാത്തി, ന്യൂ കൽപ്പാത്തി, മന്തക്കര ഗണപതി 4 അമ്പലത്തില് കാർ ഫെസ്റ്റിവലാണ്. കൊല്ലമായിട്ട് നല്ല വേൾഡ് ഫേമസ് ആണ്. നമ്മ പാലക്കാട് കാർ ഫെസ്റ്റിവൽ ഉണ്ട്, വേൾഡ് ഫെസ്റ്റിവൽ. ഞങ്ങൾ കുട്ടിക്കാലങ്ങൾ കൊണ്ട് ഇവിടെ കാണും. 12ാം തീയതി 5ാം നാൾ ഇത് സംഗമം ഉണ്ടാകും. 5 തേരും 4 ഗ്രാമത്തിൽ കൊണ്ട് ഇവിടെ ഒരുമിച്ച് കാണാം. നല്ല அசாத்தியாயிட்டு இது காணாம வேண்டி போறதுக்கு ஆர்வம். நான் துபாயில இருந்து தான் வந்திருக்கேன். எப்பவும் வருஷம் தேருக்கு வரும். இந்த தேரி எனக்கு ரொம்ப பிடிக்கும். அதான் ഇന്ന് വൈകുന്നേരത്തെ ദേവരഥ സംഗമത്തിന് ശേഷം തേരുകൾ തിരിച്ച് അതത് ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളും. നാളെ ആണ് കൊടിയിറക്കം. ആ കൊടിയിറക്കത്തോടുകൂടി കൽപ്പാത്തി രഥോത്സവത്തിന് സമാപനമാകും. പിന്നീട് 1 വർഷം നീണ്ട കാത്തിരിപ്പാണ്. അടുത്ത രഥോത്സവത്തിനായി, കൽപ്പാത്തി രഥോത്സവത്തിനായി 1 വർഷം മുഴുവൻ കൽപ്പാത്തിക്കാർ കാത്തിരിക്കും. കൽപ്പാത്തിയിൽ ഇവിടെ താമസിക്കുന്ന ആളുകൾ മാത്രമല്ല, കൽപ്പാത്തിയിൽ ജനിച്ച് വളർന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ, ജോലിക്കും മറ്റും പോയ ആളുകളെല്ലാം കുടുംബത്തോടെ ഇവിടെ എത്തുന്ന ഒരു ദിവസം കൂടിയാണിത്. ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടിയുണ്ട് കൽപ്പാത്തി രഥോത്സവത്തിന്. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് നടക്കേണ്ടിയിരുന്ന രഥോത്സവമായിരുന്നു. അത് പക്ഷേ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഇടപെട്ടുകൊണ്ട് മാറ്റിവെച്ചു. അത് കൽപ്പാത്തിക്കാർക്ക് കൂടുതൽ സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇന്ന് വൈകുന്നേരം രഥസംഗമം സ്ഥാനാർത്ഥികളുടെ സംഗമ സമയം കൂടിയായി മാറും. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തും. പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമം കൂടി ഈ രഥോത്സവം അത്തരമൊരു വേദിയായി കൂടി മാറുകയാണ്. അതായത് കൽപ്പാത്തിക്കാർക്ക് 2 ഉത്സവം, ഒന്ന് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൽപ്പാത്തി രഥോത്സവം, മറ്റൊന്ന് ജനകീയ ഉത്സവമായ വോട്ടുത്സവമായ തെരഞ്ഞെടുപ്പും. 2നും വേണ്ടിയാണ് കൽപ്പാത്തിക്കാർ വിദേശങ്ങളിൽ പോയവർ പോലും ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ബി വി അരുൺ, ന്യൂസ് 18.